Dear students, in this session we can discuss airborne diseases. Airborne diseases. Airborne diseases are those diseases that are transmitted through tiny pathogens in the air. These can be bacteria, fungi, or viruses. Airborne diseases can spread when people with certain infections cough, sneeze, or talk, spewing nasal and throat secretions into the air. Many airborne diseases affect humans. Understanding diseases that is spread through the air and how to prevent them is helpful in avoiding such diseases. വായുവിൽ കൂടി പകരുന്ന രോഗങ്ങളെപ്പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ പാർട്ടിക്കുലേഴ്സ് അഥവാ പാത്തജൻസ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ അത് പകരുന്നതിനുള്ള ഹ്യൂമൻ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ടൈനി പാത്തജൻസ് എന്ന് പറയുന്നത് അതൊരു ബാക്ടീരിയ ആകാം, ഫംഗി ആകാം, വൈറസ് ആകാം. രോഗമുള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴോ അതുപോലെ അയാളുടെ മൂക്കിൽ നിന്ന് വരുന്ന സെക്രഷൻസോ കാർക്കിച്ച് തുപ്പുന്നതോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ വൈറസ് അല്ലെങ്കിൽ അതിൻ്റെ ആ രോഗം പകർത്തുന്ന അല്ലെങ്കിൽ രോഗം പകരുന്നതിന് കാരണമാകുന്ന ടൈനി പാത്തജൻസ് അന്തരീക്ഷത്തിലേക്ക് എയറിലേക്ക് വരുന്നത്. അത് എയറിൽ കൂടി തന്നെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Chickenpox is an airborne disease which is also known as varicella. It is a virus-generated disease characterized by itching, red blisters that appear all over the body. It was once very common but now controlled by the preventive measures. It is very rare to have chickenpox infection more than once. വായുവിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ്. വെരിസെല്ല എന്ന് പറയുന്ന ഒരു വൈറസാണ് ഈ രോഗം പകരുന്നതിന് കാരണം. ചിക്കൻ പോക്സ് പിടിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ, അതുപോലെ തന്നെ കൊമളച്ച് പൊന്തി വരും ശരീരത്തിൽ മൊത്തം അത് കൊമളച്ച് പൊന്തി വരാം. ഇപ്പോൾ ഇതിന് ധാരാളം കുത്തിവെപ്പ് മുഖാന്തരം അല്ലെങ്കിൽ അത് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ പ്രിവെൻറ്റീവ് ആയിരിക്കുന്ന മെഷർ എടുത്തുകൊണ്ട് നമ്മൾ ചിക്കൻ പോക്സിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചിക്കൻ പോക്സ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. varicella zoster virus. Varicella zoster virus causes chickenpox. Most cases occur through contact with the infected person. The virus may be contagious several days before blister appears, and it remains contagious until all blisters have crusted over. It spreads through saliva, coughing, sneezing, and direct contact with the blisters. The chickenpox vaccine prevents the disease in 90% of children who receive it. Medications. Antihistamine. It reduces allergic reactions. Then analgesic, it relieves pain. Antiviral drug such as acyclovir is effective for controlling chickenpox. വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു രോഗമാണ്, വായുവിൽ കൂടി പടരുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ് എന്നത്. ഇത് രോഗിയുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴോ പ്രത്യേകിച്ച് രോഗമുള്ള ഒരാളുമായി രോഗമുള്ള ഒരാളിൽ ഈ വൈറസ് അയാൾക്ക് രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് തന്നെ വൈറസ് അയാളിലുണ്ടാകും, ഇൻഫെക്ഷൻ ആരംഭിക്കും. അത് ആ കൊമളകൾ പൊട്ടിത്തീർന്ന് കഴിഞ്ഞാലേ ആ ഇൻഫെക്ഷനുള്ള സാധ്യത അവസാനിക്കത്തുള്ളൂ. അപ്പോൾ അത് ചുമയിൽ കൂടിയോ അല്ലെങ്കിൽ സലൈവയിൽ കൂടിയോ ഒക്കെ തന്നെയാണ്, ആ കോണ്ടാക്റ്റിൽ കൂടിയാണ് ഈ രോഗം പകരുന്നത്. കുട്ടികളിൽ കൃത്യസമയത്ത് നമ്മൾ കുത്തിവെപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തടയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അലർജി, അതായത് ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥത കുറയ്ക്കുന്നതിനുള്ള
ആൻറ്റി ഹിസ്റ്റാമിൻ എന്ന് പറയുന്ന മെഡിക്കേഷനുണ്ട്, മരുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന വേദന കുറയ്ക്കുന്നതിനുള്ള അനാൽജസിക്കുമുണ്ട്. ആൻറ്റിവൈറൽ ഡ്രഗ്, അതായത് അസൈക്ലോവിർ എന്ന് പറയുന്ന ആൻറ്റിവൈറൽ ഡ്രഗാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു മരുന്ന്. ഇൻഫ്ലുവൻസ. Influenza is commonly known as flu and is an airborne infectious disease. It is caused by influenza virus. The symptoms of the disease can be mild or severe. The common symptoms are high fever, running nose, sore throat, coughing, muscle pain, headache, and feeling tired. Usually, the symptoms begin 2 days after exposure to virus. There are different types of influenza virus. 3 antiviral drugs are recommended against influenza infection: Relenza, Tamiflu, Rapivab. These are the 3 important antiviral drugs. വളരെ വ്യാപകമായി കാണപ്പെടുന്നതും വളരെ വേഗത്തിൽ പടരുന്നതുമായ ഒരു രോഗമാണ് ഇൻഫ്ലുവൻസ എന്നത്. അത് ചിലപ്പോൾ വളരെ മൈൽഡായിരിക്കാം, ചിലപ്പോൾ കുറച്ച് സിവിയറായിട്ടും ഇൻഫ്ലുവൻസ കാണാറുണ്ട്. ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് കൂടിയ ടെമ്പറേച്ചർ, പിന്നെ മൂക്കൊലിപ്പ്, തൊണ്ടയിലുണ്ടാകുന്ന അസ്വസ്ഥത, ചുമ, മസിൽ പെയിൻ, തലവേദന, അതുപോലെ വളരെ ടയേർഡായിട്ട് കാണപ്പെടുക. ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതും വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പല തരത്തിലുള്ള ഇൻഫ്ലുവൻസ വൈറസുകളുണ്ട്. പ്രധാനമായിട്ടും 3 ആൻറ്റിവൈറൽ ഡ്രഗ്സാണ് റെക്കമെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആൻറ്റിവൈറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് റെലൻസ, ടമിഫ്ലു, റാപ്പിവാബ് എന്നിവയാണ്. Measles. It is a highly contagious disease. The infection is caused by measles virus. The symptoms include fever, cough, running nose, and inflamed eyes. 2 or 3 days after the infection, small white spots followed by a red flat rash on the face spreads to the rest of the body. Measles spreads easily through sneeze, cough, contact with saliva or nasal secretions. Vaccine is effective in preventing the disease. No specific treatment is available for measles. It affects about 20 million people every year. മീസൽസ് എന്നതും ഒരു പകരുന്ന അസുഖമാണ്. ഇതും വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരസുഖമാണ്. പനി, ചുമ, മൂക്കൊലിപ്പ്, പിന്നെ കണ്ണ് ഇങ്ങനെ ചുമന്ന് തടിച്ചിരിക്കും. 2-3 ദിവസത്തിനകം ശരീരത്തിലൊരു വെളുത്ത പൊട്ട് പോലെ വൈറ്റ് സ്പോട്ട്സ് പ്രത്യക്ഷപ്പെടും. അത് പിന്നീട് ചുമന്ന കുമളപ്പുകളായി തടിച്ചിരിക്കുന്ന ദേഹം മുഴുവനും തടിച്ചിരിക്കുന്ന കുമളപ്പുകളായിട്ടത് മാറുന്നു. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. വാക്സിൻ, അതായത് കുത്തിവയ്പ്പ്, പ്രിവെൻറ്റീവ് ആയിരിക്കുന്ന വാക്സിൻ വളരെ ഇഫക്റ്റീവാണ്. എല്ലാ വർഷവും ഏതാണ്ട് 20 മില്യൻ്റധികം ജനങ്ങളിലും ഈ മീസൽസ് ഉണ്ടാകുന്നതായി കാണപ്പെടുന്നു. Tuberculosis. Mankind is capable to adapt to living in a wide variety of climates from hot tropics to the cold regions. Both climate and weather have a powerful impact on human life and health issues. Infectious diseases that were related to our environment under control, but now it is observed that many of the controlled diseases have made a comeback. In India, the disease has emerged and now it is more difficult to treat. Tuberculosis kills approximately 2 million people every year. Tuberculosis അഥവാ ക്ഷയരോഗം, ഇതും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രോഗമാണ്. പകർച്ചവ്യാധിയാണ്. ഏത് കാലാവസ്ഥയുമായിട്ടാണെങ്കിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് പൊള്യൂട്ടഡായി കഴിയുമ്പോഴാണ് പലപ്പോഴും ഇതരത്തിലുള്ള പകർച്ചവ്യാധികൾ, പകരുന്ന രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്.
പക്ഷേ ഇങ്ങനെയുള്ള പല രോഗങ്ങളും നിയന്ത്രിക്കുന്നതിന് നമുക്കൊരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നിയന്ത്രിക്കപ്പെട്ട രോഗങ്ങൾ പലതും തിരിച്ചു വരുന്നതായിട്ടാണ്, പ്രത്യേകിച്ച് TB തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പം ഇതിൻ്റെ വൈറസ് കുറേ കൂടി ശക്തി പ്രാപിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ട്യൂബർക്ലോസിസ് വളരെ ശക്തമായി തന്നെ അതൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അങ്ങനെ തിരിച്ചു വരുന്ന വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഈ രോഗത്തെ ചികിത്സിക്കുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ക്ഷയരോഗം മുഖാന്തരം ഏതാണ്ട് 20 ലക്ഷത്തോളം ജനങ്ങൾ കൊല്ലപ്പെടുന്നതായിട്ടാണ്, മരിച്ചു പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. If left untreated, each patient of active TB will infect on an average between 10 to 15 people every year. But people infected with the TB will not necessarily get sick with the disease. The immune system can cause the TB bacilli, which is protected by a thick waxy coat, to remain dormant for years. When an individual's immune system is weakened, the chances of getting TB is greater. TB is treatable and it requires extensive chemotherapy that is often very expensive and also is more toxic to patients. Anti-TB drugs have emerged, and if treated properly, the disease is completely curable. ശരിയായ രീതിയിൽ ക്ഷയരോഗത്തിന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ രോഗമുള്ള ഒരാളിൽ നിന്നും ഏതാണ്ട് ആവറേജ് 10-15 പേരിലേക്ക് ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ TB പേഷ്യൻസിനെ കൃത്യമായ രീതിയിൽ ചികിത്സിച്ച് മതിയാവും. TB ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് രോഗമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമാണെന്നുണ്ടെങ്കിൽ ഈ TBക്ക് കാരണമാകുന്ന TB ബാക്സിലി അത് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ പത്തിതാത്തി കിടക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാകുന്ന സമയത്ത് TB ഇൻഫെക്ഷൻ ശക്തമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. കീമോതെറാപ്പിയാണ് ഇതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഹൈലി എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്നത് മാത്രമല്ല, ഇതിന് കഴിക്കുന്ന മരുന്നുകൾ പലതും ടോക്സിക്കുമാണ്. എന്നിരുന്നാൽ കൂടി ധാരാളം TB ഡ്രഗ്സ് അവൈലബിളാണ്. TB പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സാധിക്കും. ഇൻ എ നട്ട്സെൽ, വളരെ സംക്ഷിപ്തമായിട്ട് TBയെ പറ്റി പറയുകയാണെങ്കിൽ, TB is a potential infectious bacterial disease that mainly affects lungs. The bacteria that cause TB are spread when an infected person coughs or sneezes. In India, every year there are more than 1 million new cases reported. Partly prevented by vaccine, spreads easily, requires medical diagnosis. Lab tests or imaging is always required. Treatable by a medical professional. TBയെ പറ്റിയുള്ള വിവരങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്ലൈഡാണത്. നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Drugs used for the treatment. TB patients with active symptoms require a long-term course of treatment involving multiple antibiotics. More than 20 drugs are available for the treatment of tuberculosis. The important drugs for the first-line treatment are the following: isoniazids, rifampin, ethambutol, pyrazinamide. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഒരു രോഗമാണ് TB. പക്ഷേ ഒരു ദീർഘകാല ട്രീറ്റ്മെൻറ്റ് ഇതിന് ആവശ്യമാണ്. ഏതാണ്ട് 20-ലധികം ഡ്രഗ്സ് ഇതിൻ്റെ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ TBക്ക് ഉള്ള ഒരു മരുന്നെന്ന രീതിയിൽ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ, തുടക്കത്തിലുള്ള ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്നുകളാണ് താഴെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഐസോണയാസിഡ്, റൈഫാംപിൻ, എഥാംബുട്ടോൾ, പൈറാസിനാമൈഡ് എന്നിവയാണ്. That is all in this particular session, and the assignment is what are airborne disease and write notes on measles. Thank you.